ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് കറുമുറക്കടിക്കുന്ന പക്കാവട ഉണ്ടാക്കാം. അതിനായിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. ഒരു സാമാന്യം വലിയ ബൗളെടുത്ത് അതിനകത്ത് ഒരു ബൗള് കടലമാവ്, ആ ബൗളിന് തന്നെ അതേ അളവിൽ ഒരു ബൗള് വറുത്ത അരിപ്പൊടി. ഇത് അപ്പത്തിൻ്റെ പൊടിയാണ്. ഇത് കുറച്ചധികം ഞാൻ ഉണ്ടാക്കിക്കുവാണ്. ഇനി അതിലേക്ക് ചേർക്കാനായിട്ട് ചുവന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ജീരകം. ഇത് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കാം. ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മാവിലേക്ക് നമുക്ക് 1 സ്പൂൺ മുളക് പൊടി, ഇത് എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കളറിന് വേണ്ടി ഞാൻ 1 സ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അത് ചേർക്കുമ്പോൾ നമ്മൾ ഈ മാവ് കുഴയ്ക്കുമ്പോൾ നല്ലൊരു കളറ് വരും. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 3/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, കാരണം നമ്മൾ കുറച്ചധികം പൊടി എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് 3/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ്, ഇതിലേക്ക് പിന്നെ ഞാൻ ഒരു 3/4 സ്പൂണ് കായം പൊടിയും കൂടെ. കായം പൊടി ചേർക്കുന്നതിൻ്റെ കൂടെ നമുക്ക് അയമോദകം പൊടി ചേർത്താലും വളരെ സ്വാദ് കിട്ടും ഇതിന്. അയമോദകം എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ കായം പൊടിയാണ് ചേർത്തിട്ട്. ഇനി നമുക്കിതിൽ അരച്ച് വെച്ചിട്ടില്ലേ ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ ആ പേസ്റ്റും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതരയ്ക്കുമ്പം നമ്മൾ നല്ല പേസ്റ്റ് പോലെ അരയ്ക്കണമെന്ന് പറഞ്ഞില്ല, തരി കിടന്നാൽ നമ്മളത് പീച്ചുമ്പോൾ നമ്മൾ അച്ചിയുന്നത് ചാടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നല്ല പേസ്റ്റ് പോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ജീരകം എല്ലാം കൂടെ അരയ്ക്കണമെന്ന് പറയുന്നത്. ഇനി നമുക്കതെല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കാം. അതിനുശേഷം ഇത് കുഴയ്ക്കുമ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം കുഴയ്ക്കാൻ. നമ്മളിത് അപ്പമൊക്കെ ഇടിയപ്പം ഉണ്ടാക്കുമല്ലോ, ആ ഇടിയപ്പം ഉണ്ടാക്കുന്ന അതേ പാകത്തിനാണ് നമുക്കിതും നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. കട്ടി കൂടാനും പാടില്ല, ലൂസാകാനും പാടില്ല. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ലൊരു മയം കിട്ടാൻ വേണ്ടിയാണ് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. അതും കൂടി ഒഴിച്ച് നമുക്കത് നന്നായിട്ടും യോജിപ്പിക്കാം. എല്ലാം ഞാൻ യോജിപ്പിച്ച് പാകത്തിന് വെച്ചിട്ടുണ്ട്. ഞാൻ സ്റ്റൗ കത്തിച്ച് ഒരു പാത്രം, ഒരു പരന്ന പാത്രമാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ എന്ത് വറക്കുമ്പോഴും വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുന്ന സാധനം ഒരിക്കലും മറ്റെണ്ണയിൽ വറുത്താൽ നമുക്ക് കിട്ടിയാല. ഇതാണ് പക്കാവടയുടെ അച്ച്. നമുക്ക് ഈ അച്ചയിൽ എണ്ണ തൂത്ത് കൊടുക്കാം. ഇതിനകത്തും എല്ലാം എണ്ണ തൂത്തെങ്കിൽ മാത്രമാണ് നമ്മൾ മാവിടുമ്പോൾ അത് അതിൽ പറ്റി പിടിക്കാതിരിക്കാനും നമുക്ക് പീച്ചുമ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് ചാടാനും ഒക്കെ ആവുള്ളൂ. നമുക്കിനി അതിൻ്റെ ഈ തണ്ടയിലും എണ്ണ തൂത്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഇതിലെല്ലാം മാവ് ഇങ്ങനെ പിടിച്ചിരിക്കും. നമുക്കറിയാമല്ലോ, ഇടിയപ്പം ഉണ്ടാക്കുമ്പോഴും നമ്മൾ എണ്ണ തൂത്ത് കൊടുത്തില്ലെങ്കിൽ ഇതിലെല്ലാം നിറയെ പിടിച്ചിരിക്കും. നമുക്ക് ഈ അച്ചിലേക്ക് മാവ് എടുത്ത് കൊടുക്കാം. കണ്ടോ, കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് നല്ല പാകത്തിനായിട്ടാണ് ഇരിക്കുന്നത്. കട്ടി കൂടിപ്പോയാൽ നമുക്കിത് പീച്ചാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ സമയത്ത് നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് കറിവേപ്പില ആ എണ്ണയ്ക്കകത്തിട്ട് വറുത്ത് കോരിയെടുക്കാം. നമ്മൾ പക്കാവടയ്ക്കകത്ത് കറിവേപ്പില ഇടുമ്പോൾ ആ കറിവേപ്പിലയ്ക്ക് ഒരു പ്രത്യേക സ്വാദുണ്ടല്ലോ. അപ്പം പക്കാവടയ്ക്ക് പ്രത്യേക രുചി കിട്ടുന്നതിനാണ് നമ്മൾ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നത്. കറിവേപ്പില പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടുന്നതാണ്. നമുക്കിനി കോരി മാറ്റി വെക്കാം. നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് പീച്ചി കൊടുക്കാം. പരന്ന പാത്രമാണെന്ന് ഞാൻ പറഞ്ഞില്ല, എങ്കിൽ മാത്രം ഇങ്ങനെ പീച്ചുമ്പോൾ നമുക്കത് ഇടാനുള്ള സൗകര്യമുള്ളൂ. ഇല്ലെങ്കിൽ കുഴിയുള്ളതാകുമ്പോൾ ആ കുഴിക്കകത്ത് തന്നെ കിടക്കും. അതാണ് പരന്ന പാത്രം എടുക്കണമെന്ന് പറയുന്നത്. ഇതിട്ട് കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അത് മറിച്ചിടരുത്. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിങ്ങനെ പീച്ചിടാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതിനുശേഷം അത് അതിൻ്റെ അടിവശം ഒന്ന് പയ്യെ മൊരിഞ്ഞതിന് ശേഷം വേണം ഇങ്ങനെ മറിച്ചിടാനും. കണ്ടോ, ഇപ്പോൾ അടിവശം മൊരിഞ്ഞതിന് ശേഷം ഞാൻ മറിച്ചിട്ടു. അങ്ങനെ
1-2 പ്രാവശ്യം അങ്ങോട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഇത് പക്കാവട റെഡിയായി കഴിയും. കണ്ടോ, കോരാറാകുമ്പോൾ അത് ലോ ഫ്ലെയിമിലിട്ട് വേണമല്ലേ, കരിഞ്ഞു പോകും. നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് പക്കാവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു പലഹാരമാണിത്. കണ്ടോ, അതിൻ്റെ കളറൊക്കെ മാറി നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അങ്ങനെ എടുത്തു വെച്ചേക്കുന്നത് രണ്ടാമത് അതുപോലെ തന്നെ നമുക്ക് പീച്ചിട്ട് കൊടുക്കാം. നമ്മൾ കടയിൽ പോയി എളുപ്പത്തിന് പക്കാവടയും പരിപ്പടയും മിക്സറും എല്ലാം മേടിക്കും. പക്ഷേ ഇതെല്ലാം നമുക്ക് വീട്ടിൽ നല്ല രുചിയിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നമ്മൾ സമയമില്ലാത്തത് കൊണ്ടും നമുക്ക് കഷ്ടപ്പെടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടുമാണ് ഇങ്ങനെ ചെയ്യുന്നത്. മുഴുവൻ ഞാൻ മാവ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, പക്കാവട മൊത്തമായി. നമ്മളായി വറുത്ത് വെച്ചിരുന്ന കറിവേപ്പില ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നമുക്കൊന്ന് ഒടിച്ച് നോക്കാം. കണ്ടോ, ഒടിക്കുമ്പം നല്ല ക്രിസ്പി ആയിട്ട് നല്ല സ്വാദോട് കൂടിയ പക്കാവട. ഒരു മുറം പക്കാവടയുണ്ട് ഞാൻ അത്രയും മാവെടുത്ത് ചെയ്തുകൊണ്ട്. നല്ല സുന്ദരമായ പക്കാവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഒടിക്കുമ്പോൾ കണ്ടോ നല്ല ക്രിസ്പി ആയിട്ട് നല്ല സ്വാദുള്ള പക്കാവട. ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.